ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നാളെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെക്കലാണ്. ഇതുപോലത്തെ ഒരു ടർക്കിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെ ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കവർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. 2 ദിവസം എന്തായാലും ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ. അപ്പം എന്താണെന്ന് അറിയില്ല. ഡെലിവറി പെയിൻ ഇതുവരെ ശരിക്കുള്ളത് വന്നിട്ടില്ല. അതുകൊണ്ട് നാളെ പോയിട്ട് അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞത്. അപ്പം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പെട്ടെന്ന് ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നമ്മൾ 2 ദിവസത്തേക്ക് ഇടുന്ന ഡ്രസ്സ് മാത്രമേ കരുതുന്നുള്ളൂ. കുറേ ഒന്നും എടുത്ത് വെക്കുന്നില്ല. വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പം 2 മാക്സിയും അതുപോലെ തന്നെ 2 തട്ടൊക്കെ വെക്കുന്നുണ്ട്. പോസിയടി. പിന്നെ കുറച്ച് ടവൽസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നർ വയസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ കുട്ടിക്കുള്ള ഷോക്സും അതുപോലെ തന്നെ കയ്യോടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് ഒരുപാട് എടുക്കുന്നില്ല. അത്യാവശ്യം 2 ദിവസത്തേക്ക് വേണ്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ക്യാപ്പും കാര്യങ്ങളെല്ലാം ഇത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ നമ്മൾ തോർത്താണ് കേട്ടോ, വൈറ്റ് തോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് തോർത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിലും തുണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആവശ്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ചെറിയൊരു പില്ലവും കൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ വെച്ചേക്കാം. പിന്നെ വരുന്നത് കുഞ്ഞിൻ്റെ ഷീറ്റാണ് കേട്ടോ. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഷീറ്റാണ്. പിന്നെ പാമ്പേഴ്സ് വരുന്നുണ്ട്. ബെഡിൽ പിടിക്കാൻ പറ്റിയ ടൈപ്പുള്ള. അതൊക്കെ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഉമ്മാൻ്റെ 2 ദിവസത്തെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ കുട്ടീൻ്റെ വെച്ചിരുന്നതെല്ലാം ഇത് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാണ്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെറിയ ബാഗിലാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. എന്നിട്ട് വെക്കാം. ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ചെറിയ ബാഗിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം. ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി. നെക്സ്റ്റ് കുറച്ച് സാധനം കൂടി ഉണ്ട്. അത് നമുക്ക് ഈ ബാഗിൽ പാക്ക് ചെയ്യാം. അത്യാവശ്യം യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സോപ്പും അതുപോലെ തന്നെ ബ്രഷൊക്കെയാണ്. സോപ്പുണ്ട്, പിന്നെ പേസ്റ്റ്, പിന്നെ നമ്മൾ കുട്ടിക്ക് അവിടെ നിന്ന് നമുക്ക് സംസം വെള്ളം അതൊക്കെ കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയുള്ള പാത്രമാണ് കേട്ടത്. ഇത് നമുക്ക് പൊട്ടാത്ത രീതിയിൽ പാക്ക് ചെയ്ത് വെക്കണം. അത് ഞാൻ ഈ ഒരു വാലറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ബ്രസ്റ്റ് പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വരുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു ചെറിയൊരു സ്പൂണും കൂടി ഉണ്ട്. അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. പിന്നെ കുട്ടിക്ക് തന്നെ ക്രീമും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസറും ബോഡി ലോഷനും അങ്ങനത്തെയൊക്കെയാണ്. അതുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീർപ്പാണ്, പിന്നെ ബ്രഷ്. ഇതൊക്കെ 2 വെച്ചെടുക്കുന്നത് ഉമ്മാക്ക് കണക്കുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു ഹെയർ ബോയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ മോയ്സ്ചറൈസറാണ്. അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ്
പിന്നെ മറിയത്തിൻ്റെ ഒരു ലോഷൻ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ് ബാമാണ്. അവസാനമായിട്ട് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ബാം, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തലവേദന അധികമായിട്ടുള്ളതുകൊണ്ട് അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സംസം വെള്ളം ഈ ഒരു ബോട്ടിലാക്കിയിട്ട് എടുത്തിട്ടാണുള്ളത്, അതുകൂടെ വെച്ച് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഡെലിവറിക്ക് ശേഷം ഇതൊക്കെ ആവശ്യമുള്ളൂ. അതിന് മുന്നേ ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഡെലിവറി കഴിഞ്ഞ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഒരു സാധനമാണ്. ഫുള്ളിപ്പം ഇതുവരെ ചെക്കപ്പ് ചെയ്ത പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. പകുതി നാട്ടിലും പകുതി ഇവിടെ അങ്ങനെയൊക്കെ കാണിച്ചല്ല. അപ്പോൾ എല്ലാ പേപ്പേഴ്സും വേണം നമുക്ക് ഡെലിവറി ടൈമിൽ. അവർ ഫയലാക്കിയിട്ട് സെറ്റാക്കി വെക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. 1-2 പേപ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നമ്മൾ NST ഡെയിലി പോയി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓരോ പേപ്പേഴ്സാണ്. ഇന്നലൊക്കെ ചെയ്ത NST ആണ്. അതൊക്കെ നമുക്ക് ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഇതൊന്നും വേണ്ടാത്ത പേപ്പേഴ്സാണ്. അതായത് കൺസൾട്ടേഷൻ്റെ എഴുതിയ പേപ്പേഴ്സൊക്കെ അതൊന്നും ഇതിൽ ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ട്, അതൊക്കെയാണ് കാര്യമായിട്ട് വേണ്ടത്. നമ്മൾ NST ചെയ്തത് അതൊക്കെയാണ് വേണ്ടത്. നമ്മൾ ലാസ്റ്റ് സ്കാനിങ് ആണ്. അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഫയലിലോട്ട് വെക്കാം. ഇതാണ് മെയിനായിട്ട് നമ്മൾ എടുക്കേണ്ടത്, മിസ്സാവാണ്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. പോകുന്ന ടൈമിൽ ഞാൻ ഫയൽ മാത്രം എടുത്തിട്ട് പോകും. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ഈ 2 ബാഗും കൊണ്ടുവരികയാണ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, നല്ല നോർമൽ ഡെലിവറിക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.